അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ തൊട്ടടുത്തുള്ളൊരു നേച്ചർ റിസർവിലേക്ക് പോവുകയാണ് ഫോർ എ വാക്ക്. അപ്പോൾ അവിടേക്ക് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. She hums a tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep. I sip my coffee, miss my cue, still anchored by my fear. But time rolls on like open roads, and soon she won't be here. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in Madrid or on some quiet mountain ridge, I'll see you turn and I'll be brave. But what if courage comes too late? Oh, traveler, the world is your open gate, and I just stood afraid of fate. If I don't take that step today, you'll vanish with the train, and I'll never see your smile. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹുന്നബെറി ഏരിയയിലാണ്, സ്പെസിഫിക്കലി നീഗോട്സ് പാർക്ക് സൈഡ്. സ്വീഡനിൽ ഇത് വളരെ വെൽ നോൺ നാച്ചുറൽ ഏരിയ ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ, യു ക്യാൻ സീ ഹൗ ബിഗ് ആൻഡ് ഓപ്പൺ ദിസ് പ്ലേസസ്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് കുറച്ചിരിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ക്യൂട്ട് ഏഞ്ചൽ വിച്ച് വാസ് കെപ്റ്റ്. ഈ പാത്ത് മൊത്തം നമ്മൾ പോകുമ്പം സാന്റ ആണെങ്കിലും ചെറിയ ചെറിയ ഓരോ എൽഫും എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ദർ ഈസ് എൻ ഇൻസ്റ്റൻറ്റ് പീസ്ഫുൾ ഫീലിംഗ്. ഫുൾ ബിഗ് tall leafless trees, quiet paths and fresh cold air. Elam together feels very grounding, and it is not crowded and not noisy. And ഇവിടെ ഒരു സാന്റേനിയം വെച്ചിട്ടുണ്ട്, കുറച്ച് ദൂരത്തായിരുന്നു.
അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലത്തും ഞങ്ങൾ നടന്നപ്പോൾ കണ്ടായിരുന്നു. കുറച്ച് വീഡിയോസിൽ ആഡും ചെയ്തിട്ടുണ്ട്. സോ ഈ ഫോറസ്റ്റ് ഏരിയ ആക്ച്വലി വളരെ ഹ്യൂജാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പോകുമ്പം വി ഹാവ് ദിസ് ഇൻഫർമേഷൻ ബോർഡ്സ് വിച്ച് ഗിവ്സ് അസ് ഓൾ ദ ഡീറ്റെയിൽസ്. അപ്പം ഇവിടെ ഹുന്നബെറി ഏരിയ എങ്ങനെയാണ് എന്ന് വെച്ചാൽ എത്ര വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട് ഈ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ. പിന്നെ അതിൽ തന്നെ കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള പാത്ത്സ് ഉണ്ട്. ഡിഫറെൻറ്റ് റൂട്ട്സ് ചൂസ് ചെയ്യാം. ഷോർട്ട് വാക്സ് ആണെങ്കിൽ ഷോർട്ട്, ലോങ് ഹൈക്സ് വേണമെങ്കിൽ ലോങ്. സോ വാക്ക് ചെയ്യുമ്പം നമുക്ക് കുറച്ച് റോക്സ്, സ്മോൾ വാട്ടർ സ്ട്രീംസ്, ഫോറസ്റ്റ് ഫ്ലോർ കവേർഡ് വിത്ത് ലീവ്സ്. പക്ഷേ ഇവിടെ നമുക്ക് കൂടുതലും സ്നോ ആയിരുന്നു, വിൻ്റർ ആയതുകൊണ്ടിട്ട്. പക്ഷേ ഈവൻ വിൻ്റർ ആണെങ്കിലും ദിസ് പ്ലേസ് ഫീൽസ് ലൈവ് ഇൻ ഇറ്റ്സ് ഓൺ വേ. ആൻഡ് ഓരോ സീസൺസിലും ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഒരേ സ്ഥലമാണെങ്കിൽ പോലും ബിക്കോസ് ഓഫ് ദ ഡിഫറെൻറ്റ് വേസ് ദ ട്രീസ് ആർ ആൻഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് നല്ല രസമായിരിക്കും ഓരോ സീസണിലും വരുമ്പം. ആൻഡ് one thing I really liked here is the information boards. അപ്പം along the way ഈ ബോട്ട്സ് കാണാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് മൊത്തം അവർ പറയും ആ ഒരു ബോർഡിൽ. ഫ്ലോറ, ഫോന. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഫർമേഷൻ ബോർഡ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് അവിടെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ ഐസിൻ്റെ ഫോർമേഷൻ കണ്ടപ്പം അങ്ങോട്ടേക്ക് നടന്നു. അപ്പം അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് കേവ് അങ്ങനെ തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. വിടുന്നു. അവിടെ മൊത്തം ഇതുപോലെ ഐസ് ഫോർമേഷൻസ് ആയിരുന്നു. മുകളിൽ നിന്ന് ഹാങ്ങിങ്ങും താഴെ ഫ്ലോറിൽ കുറച്ച് അവിടുത്തെ പാർട്ടിക്കിൾസ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സ്ലിപ്പറി ഫോമിലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയില്ല, പക്ഷെ ഇങ്ങനെ ഇരുന്നെല്ലാം നോക്കി. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞപ്പം ഞങ്ങൾ റൈറ്റ് സൈഡിൽ വേറൊരു ഓപ്പണിങ്ങും കൂടി കണ്ടു. അപ്പോൾ അവിടെയും ചെന്ന് നോക്കി. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ് ടു സീ ഇറ്റ് ആസ് വെൽ. And one more thing I really loved is the information boards sprinkled along the trails. And റാൻഡം സൈൻസ് ആയിരുന്നില്ല, അത് ഓരോ കുഞ്ഞു കുഞ്ഞു കഥകൾ പറയുമായിരുന്നു ആ ഫോറസ്റ്റ് ഏരിയനെ പറ്റിയിട്ടൊക്കെ. ആൻഡ് ഇറ്റ്സ് നൈസ്. കാര്യം നമ്മൾ വെറുതെ നടക്കുക മാത്രമല്ല, വി ലേൺ സംതിങ്. ആൻഡ് വി ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദ പ്ലേസ് വി ആർ വാക്കിംഗ് ത്രൂ. ആൻഡ് ഈ നീഗോട്സ് പാർക്ക് സ്പെഷ്യലി ഇതിൻ്റെ ഒരു നാച്ചുറൽ ഡൈവേഴ്സിറ്റി കാരണം വെൽ നോൺ ആണ്. ആൻഡ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ്, പ്ലാന്റ്സ് ആൻഡ് ഫോറസ്റ്റ് ലൈഫ് ത്രൈവ് ഹിയർ. ആൻഡ് ഒരു ബോർഡിൽ ഇറ്റ് വാസ് ഓൾസോ റിട്ടൺ, ഞങ്ങൾ ഈ നടക്കുന്ന പാത്തിൽ സ്പെഷ്യലി ആ ഒരു കണ്ട കേവിൻ്റെ ഏരിയയിൽ 1940s ലൈം സ്റ്റോൺ മൈനിങ് ഉണ്ടായിരുന്നു. ആൻഡ് സിമ്പിൾ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ആസ് യൂഷ്വൽ ഇവിടെ അത്യാവശ്യം സ്ലിപ്പറി ആണ്, എസ്പെഷ്യലി നമ്മളുടെ വാക്കിംഗ് ഏരിയയിൽ. ഇപ്പോൾ സ്നോയിൽ കൂടി നടക്കുമ്പം അത്ര കുഴപ്പമുണ്ടാവില്ല. ആൻഡ് ഇവിടെ വരുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി you walk slower, you breathe deeper and just stay present.
സോ ഒരു 1 hour നടന്നു. ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഒറ്റ തവണ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല. നമ്മൾ ഓരോ തവണ വരുമ്പോഴും ഓരോ ന്യൂ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാനും പറ്റും. So yeah, this was our small walk at Hunnaberry Negots Park. So this place is also definitely worth visiting. And you don't need a full day. Sometimes even a short walk is enough. And thanks a lot for coming along with us on this walk. And I really hope this video gave you a little calm and fresh energy. So we'll see you in the next one. And until then, hey though.